ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി രാജ്യത്തിന്റെ രണ്ടാമത്തെ പൗരൻ. പ്രോട്ടോകോൾ അനുസരിച്ച് രാഷ്ട്രപതിക്ക് തൊട്ട് താഴെ നിൽക്കുന്ന പരമാധികാരി. അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ ഏത് കോണിലും കടന്നു ചെല്ലാൻ അധികാരമുണ്ട്. അദ്ദേഹം ഒരു സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചാൽ ആ പ്രദേശം സുരക്ഷിതമാക്കാൻ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഭരണ സംവിധാനവും ഉണർന്ന് പ്രവർത്തിക്കും. ആവശ്യമെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ ഒഴിപ്പിക്കാനും തടസ്സം നിൽക്കുന്ന ഏത് ശക്തിയെയും മിലിറ്ററി ലെവലിൽ വരെ നേരിടാനും ഭരണഘടന അദ്ദേഹത്തിന് അധികാരം നൽകുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ ചങ്ങനാശ്ശേരിയിൽ NSS ആസ്ഥാനത്ത് നടന്നത് എന്താണ്? ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ ഒരു സമുദായ സംഘടനയുടെ ജനറൽ സെക്രട്ടറി തടയുകയാണ്. മന്നം സമാധിയിൽ കയറ്റില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഇതിന് കാരണമായി പറയുന്നത് സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള ഡോഗ് സ്ക്വാഡിനെ കയറ്റാൻ സമ്മതിക്കില്ല എന്നാണ്. ചിന്തിച്ചു നോക്കൂ, രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തെക്കാൾ വലുതാണോ സുകുമാരൻ നായർ എന്ന വ്യക്തിയുടെ വാശി? മന്നത്ത് പത്മനാഭൻ എന്ന മഹാനായ സമുദായ പരിഷ്കർത്താവ് പടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ സ്വന്തം തറവാട്ട് സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്ന സുകുമാരൻ നായർ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ധിക്കാരത്തിന് പിന്നിലെ രാഷ്ട്രീയവും NSS എന്ന സംഘടനയിൽ നടക്കുന്ന കുടുംബവാഴ്ചയും കേന്ദ്ര സർക്കാർ ഇതിനെ എത്ര ഗൗരവമായിട്ടാണ് കാണുന്നത് എന്നതിനെ കുറിച്ചുമാണ്. നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാക്കിയത് നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്. സാധാരണക്കാരായ നായന്മാരുടെ വീട്ടിൽ നിന്നും പിടിയേരി പിരിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. വിദ്യാലയങ്ങളും ആശുപത്രികളും കോളേജുകളും എല്ലാം സമുദായത്തിന്റെ പൊതുസ്വത്തായിരുന്നു. എന്നാൽ ഇന്ന് എന്താണ് അവസ്ഥ? സുകുമാരൻ നായർ എന്ന പെന്തക്കോസ്ത് വിശ്വാസി അഥവാ വിമർശകർ ഉന്നയിക്കുന്ന ആരോപണമാണ് ഇത്. അദ്ദേഹം ഈ സംഘടനയോട് തലപ്പത്തിരുന്നു കൊണ്ട് ചെയ്യുന്നത് എന്താണ്? സംഘടനയുടെ പ്രധാന തസ്തികകളിലും സ്ഥാപനങ്ങളിലും സ്വന്തം കുടുംബക്കാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റി. മന്നം വിഭാവനം ചെയ്ത ജനാധിപത്യം അവിടെ മരിച്ചു കഴിഞ്ഞു ഏതോ കാലത്ത്. NSS എന്ന സ്ഥാപനങ്ങളിലെ ഓരോ തസ്തികയും ലക്ഷങ്ങൾ വാങ്ങി വിൽക്കുന്നു എന്ന ആരോപണം ഇന്ന് ശക്തമാണ്. സാധാരണക്കാരനായ ഒരു നായർ യുവാവിന് അർഹതയുണ്ടെങ്കിലും പണമില്ലെങ്കിൽ അവിടെ ജോലി കിട്ടില്ല. സമുദായത്തിന്റെ പണം ഉപയോഗിച്ച് കോണകം വരെ വാങ്ങി കൊടുക്കുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ നേതൃത്വം എന്ന് വിമർശകർ അടച്ചാക്ഷേപിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു സംഘടനയെ മുഴുവൻ സ്വന്തം പോക്കറ്റിലാക്കിയ ഒരാൾക്ക് രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയെ തടയാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? ഒരു വാർഡ് മെമ്പറെ പോലും തടയാൻ നിയമപരമായി അധികാരമില്ലാത്ത ഇദ്ദേഹം രാജ്യത്തിന്റെ സെക്കൻഡ് കമാൻഡ്മെന്റ് ആയ വ്യക്തിയെ തടയുന്നത് വെറും അഹങ്കാരം കൊണ്ടല്ലാതെ മറ്റെന്താണ്? പലർക്കും അറിയില്ല ഉപരാഷ്ട്രപതിയുടെ പവർ എന്താണെന്ന്. ഭാരതീയ പ്രകാരം റാങ്ക് 2 ആണ്. അദ്ദേഹത്തിന്റെ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് അദ്ദേഹം. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാജ്യത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അദ്ദേഹത്തിനാണുള്ളത്. അദ്ദേഹം ഒരു സ്ഥലത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പൂർണ്ണ സുരക്ഷാ ചുമതല കേന്ദ്ര ഏജൻസികൾക്കാണുള്ളത്. അവിടെ ഡോഗ് സ്ക്വാഡിനെ വിടണോ, മെറ്റൽ ഡിറ്റക്ടർ വെക്കണോ എന്നതൊക്കെ തീരുമാനിക്കുന്നത് സെക്യൂരിറ്റി പ്രോട്ടോകോൾ ആണ്. അതിൽ ഇടപെടാൻ ഒരു സുകുമാരൻ നായർക്കും അധികാരമില്ല. മന്നം സമാധി ഒരു പൊതു സ്മാരകമാണ്. അവിടെ ഭരണഘടനാ പദവിയിലുള്ള ഒരാൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് അത്യപൂർവമായ നടപടിയാണ്. ഇത് ജനാധിപത്യ മര്യാദകളുടെ നഗ്നമായ ലംഘനമാണ്. ഇവിടെയാണ് സുകുമാരൻ നായരുടെ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത്. ശബരിമല കൊള്ളയിലെ പ്രധാന പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന മുരാരി ബാബുവുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടെന്ന വാർത്തകളൊക്കെ നേരത്തെ വന്നതാണ്. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് മുരാരി ബാബുവിനെ പോലെയുള്ളവരൊക്കെ സ്വതന്ത്രമായി വിഹരിച്ച് നടക്കാറുണ്ട്. മുരാരി ബാബുവിന്റെ അടുത്ത ബന്ധുവിന് NSSൽ ജോലി നൽകിയതായും പറയപ്പെടുന്നുണ്ട്. ഒന്ന് നോക്കൂ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കും വിവാദ പുരുഷന്മാർക്കും മന്നം സമാധിയിൽ തടസ്സമില്ല. എന്നാൽ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി വരുമ്പോൾ അവിടെ അശുദ്ധിയും ആചാരവും ഒക്കെ തടസ്സമാകുന്നു. ഈ വൈരുദ്ധ്യം നായർ സമുദായങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഈ നായർ സമുദായങ്ങൾക്കിടയിൽ പോലും ഈ സുകുമാരൻ നായരെ വലിയ വിലയൊന്നുമില്ല. ആരും തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. സുകുമാരൻ നായർക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനോട് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് BJPയോടും കേന്ദ്ര സർക്കാരിനോടൊക്കെ കടുത്ത അമർഷമുണ്ട്. അതിന്റെ കാരണങ്ങൾ ഇവയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര സർക്കാർ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ഇത് സുകുമാരൻ നായരെ വല്ലാതെ അങ്ങോട്ട് ചൊടിപ്പിച്ചു. കേന്ദ്രം തന്നെ അവഗണിക്കുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ട്. മുൻപ് BJPയുമായി സഹകരിച്ചിരുന്ന NSS ഇപ്പോൾ ആ ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള നീക്കങ്ങൾക്ക് വലിയ തടസ്സമായി സുകുമാരൻ നായർ നിൽക്കുന്നു. അദ്ദേഹം മുൻപ് BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനും കേരളത്തിലെ പ്രഭാരിയും ആയിരുന്നു. ഈ ഒരു രാഷ്ട്രീയം മുൻനിർത്തിയാണ് അദ്ദേഹത്തെ ഒരു ഭരണഘടനാ പദവിയിലുള്ള വ്യക്തിയായി കാണാൻ സുകുമാരൻ നായർ വിസമ്മതിക്കുന്നത്. ഈ സംഭവം കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്.
ഒരു ഉപരാഷ്ട്രപതിക്ക് പ്രവേശനം നിഷേധിക്കുന്നത് രാജ്യത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങൾ മുഴുവനും കാണുന്നത്. ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ പ്രോട്ടോകോൾ തടസ്സപ്പെടുത്തിയത് കേന്ദ്ര ഏജൻസികൾ തീർച്ചയായും അന്വേഷിക്കും. ഒരു പൊതു സ്മാരകത്തിൽ പ്രവേശനം തടയാൻ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷന് അവകാശമൊന്നുമില്ല. തടസ്സം നിന്നാൽ ജാമ്യമോ വിചാരണയോ ഇല്ലാതെ ശിഷ്ടകാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നത് കേവലം ഭീഷണിയൊന്നുമല്ല, നിയമപരമായിട്ടുള്ള ഒരു വസ്തുത ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മന്നം സമാധിയിൽ മുൻപ് നരസിംഹറാവുവിനെ തടഞ്ഞു എന്ന് പറയുന്നത് വലിയ കാര്യമായി നായർ ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ നരസിംഹറാവു ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു. പക്ഷെ ഉപരാഷ്ട്രപതി എന്നത് രാഷ്ട്രീയത്തിന് അതീതമായ പദവിയാണ്. ശബരിമലയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തിയപ്പോൾ എല്ലാ സുരക്ഷാ പരിശോധനകളും അനുവദിച്ചിരുന്നു. ശ്രീനാരായണ ഗുരു സമാധിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോഴും കർശനമായ സുരക്ഷാ പരിശോധനകൾ നടന്നതാണ്. അവിടെയൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് പെരുന്നയിലുള്ളത്? രാജ്യത്തെ അഹിന്ദു സമുദായ ആചാര്യന്മാർ പോലും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെ അങ്ങോട്ട് ചെന്ന് കണ്ട് സമുദായത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമ്പോഴാണ് സുകുമാരൻ നായർ ഇവിടെ ഇരുന്ന് വഴിയെ പോകുന്നവരെ തടയുന്നത്. നായർ സമുദായത്തെ ഇദ്ദേഹം ഒരു പട്ടിക്കൂടാക്കി മാറ്റിയിരിക്കുകയാണ്. സമുദായത്തിന്റെ നന്മയ്ക്കായി ഒന്നും ചെയ്യാതെ വെറും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി NSSനെ ഉപയോഗിക്കുന്നു. 4 നായന്മാർ നെഞ്ചുവിരിച്ചു വന്നാൽ തീരാവുന്നതേയുള്ളൂ സുകുമാരൻ നായരുടെ ഈ ധാർഷ്ട്യമെന്ന് ഞാൻ പറയുന്നതല്ല, പലരും ഇന്ന് പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷെ ആരും അതിന് മുതിരാത്തത് സമുദായത്തോടുള്ള ആദരവ് കൊണ്ടാണ്. എന്നാൽ ആ ക്ഷമ പരീക്ഷിക്കരുത്. ഇന്ന് നായർ സമുദായത്തിന് സുകുമാരൻ നായരോ അദ്ദേഹത്തിന്റെ സംഘടനയോ ഒരു രോമവുമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നു. ഈ വിവാദം ചെന്ന് അവസാനിക്കുന്നത് സുകുമാരൻ നായരുടെ പതനത്തിലായിരിക്കും. ഭാരതം എന്ന മഹാരാജ്യത്തെ നിയമവ്യവസ്ഥയേക്കാൾ വലുതല്ല ഒരു വ്യക്തിയും. ഭരണഘടനാ പദവിയിലുള്ള വ്യക്തികളെ അവഹേളിക്കുന്നത്, അതുവഴി സുകുമാരൻ നായർ അവഹേളിച്ചത് ഒരു ഭാരതീയനെയാണ്. മന്നം സമാധി എന്നത് സുകുമാരൻ നായരുടെ വീടല്ല, തറവാട്ട് സ്വത്തുമല്ല. അത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വേലി കെട്ടുന്നത് അനുവദിക്കാനാകില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഡോഗ് സ്ക്വാഡിനെയും ഒക്കെ തടഞ്ഞത് വഴി അദ്ദേഹം ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കർശന നടപടിയെടുത്താൽ സുകുമാരൻ നായർക്ക് നിയമത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും. ജനാധിപത്യത്തിൽ ആരും നിയമത്തിന് മുകളിലല്ല. അപ്പോൾ ഈ വിഷയം നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു സമുദായ നേതാവിന് രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയെ തടയാൻ മാത്രം അധികാരമുണ്ടോ? അതും യാതൊരു വിലയില്ലാത്ത സുകുമാരൻ നായർക്ക്. ആചാരങ്ങളുടെ പേരിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നത് ശരിയാണോ? സുകുമാരൻ നായർ NSS എന്ന പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നെ എന്തായാലും തൽക്കാലത്തേക്ക് തരാം. NSS എന്ന സമുദായത്തിന് ഇന്ന് യാതൊരു വിലയും നായന്മാർ തന്നെ കൊടുക്കാതിരിക്കാൻ കാരണം ഈ സുകുമാരൻ നായർ ആണ്. അതായത് NSS എന്ന പ്രസ്ഥാനം എന്നോ നശിച്ചു കഴിഞ്ഞു ഈ സുകുമാരൻ നായരുടെ കയ്യിലിരുന്ന്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.